ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ മൊഡ്യൂളിലെ കംപ്ലീറ്റ് സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആറാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയാണോ നമ്മുടെ സിലബസിലുള്ളത് ആ ഫുൾ കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആറാമത്തെ മൊഡ്യൂളിൽ വരുന്ന സിലബസുകൾ എന്ന് പറയുന്നത് ഒന്ന് വേരിയസ് വയറിംഗ് സിസ്റ്റം. ഒരുപാട് ഈ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് വയറിംഗ് ആക്സസറീസ് ആണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ആദ്യം നമുക്ക് പറയാനുള്ളത് വേരിയസ് വയറിംഗ് സിസ്റ്റംസ് ആണ്. എന്തൊക്കെ വയറിംഗ് സിസ്റ്റംസ് നമ്മൾ ഇലക്ട്രിക്കലിൽ യൂസ് ചെയ്യുന്നുണ്ട്, ആ വയറിംഗ് സിസ്റ്റത്തിൻ്റെ പല ടൈപ്പ് സിസ്റ്റങ്ങളും ഓരോന്നും എവിടെയൊക്കെ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വയേഴ്സ് ആണ്. സിംഗിൾ സ്ട്രാൻഡ്, മൾട്ടി സ്ട്രാൻഡ് വയർ, അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമ്മൾ വയറിംഗ് ആക്സസറീസിൽ വരുന്ന പലതരം പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ, അതായത് നമ്മളുടെ നമ്മുടെ ഫ്യൂസ്, രണ്ടാമത്തത് സ്വിച്ചുകൾ, അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി ഡിവൈസസ്, MCB, LCB, RCCB എന്നൊക്കെ പറയുന്ന സേഫ്റ്റി ഡിവൈസസുകൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഇലുമിനേഷനിൽ നമുക്ക് ഒരുപാട് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലാമ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് തന്നിട്ടില്ല. അപ്പോൾ ബേസിക് ഇലുമിനേഷൻ ടേമുകളും അതേപോലെ തന്നെ ഇലുമിനേഷനുമായി ബന്ധപ്പെട്ട 2 ലോയും മാത്രം മതിയാവും. കാരണം 10 മാർക്കിന് ആണ് ഈ ഒരു മൊഡ്യൂൾ വരുന്നത്. അപ്പോൾ ഈ ഒരു 10 മാർക്കിന് വരുമ്പോൾ ഇത്രയും കണ്ടന്റ് വരുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ലാമ്പ് എന്ന് പറയുന്ന ഒരു പോർഷൻ മെൻഷൻ ചെയ്യാതിരുന്നതാവാം. പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാ സിലബസിൻ്റെയും താഴെ ഒരു വേർഡ് ആഡ് ചെയ്യാറുണ്ട്. ഇതിനകത്തുനിന്ന് കണ്ടന്റുമായി ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട്. എനിഹോ നമ്മൾ ഇവിടെ ഇലുമിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകളും അതേപോലെ തന്നെ ഇലുമിനേഷൻ്റെ ഇതുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 ലോയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എർത്തിങ്, 2 ടൈപ്പ് എർത്തിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. പൈപ്പ് എർത്തിങ്ങും അതേപോലെ തന്നെ പ്ലേറ്റ് എർത്തിങ്ങും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ എങ്ങോട്ട് പോവാണ്? ടൈപ്സ് ഓഫ് വയറിംഗ് സിസ്റ്റത്തിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള വയറിംഗ് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ ഡൊമസ്റ്റിക് വയറിങ്ങും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വയറിങ്ങിലൊക്കെ പല ടൈപ്പ് വയറിംഗ് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ വയറിംഗ് സിസ്റ്റവും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് പലതരം ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. നമ്മൾ ഓരോ വയറിംഗ് സിസ്റ്റവും നമ്മൾ ഏത് വയറിംഗ് സിസ്റ്റം യൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അതിനകത്ത് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒരു ഫാക്ടറാണ്. ആ വയറിംഗ് സിസ്റ്റത്തിൻ്റെ സേഫ്റ്റി ഒരു ഫാക്ടറാണ്. കാരണം വയറിംഗ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എനർജി ഫോമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ സേഫ്റ്റി ഒരു കൺസേൺ തന്നെയാണ്. അടുത്തത് അതിൻ്റെ അപ്പിയറൻസ്. നമ്മൾ എവിടെ ചെയ്യുന്നു അതിൻ്റെ അപ്പിയറൻസിനെ നമ്മളുടെ ലൊക്കേഷനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് കോസ്റ്റ്, അതേപോലെ തന്നെ കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരം വയറിംഗ് നമ്മളുടെ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പലതരത്തിലുള്ള വയറിങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ക്ലീറ്റ് വയറിംഗ് എന്ന് പറയും. ക്ലീറ്റ് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പററി വയറിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്ലീറ്റ് വയറിംഗ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തതാണ് ബാറ്റൺ വയറിംഗ് അല്ലെങ്കിൽ CTS TRS വയറിംഗ്. പിന്നെ കോൺഡ്യൂട്ട് വയറിംഗ്, അത് മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ് അല്ലെങ്കിൽ PVC കോൺഡ്യൂട്ട് വയറിംഗ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വയറിംഗ് സിസ്റ്റമാണ് മെറ്റൽ അല്ലെങ്കിൽ PVC കോൺഡ്യൂട്ട് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ 2 തരത്തിൽ ചെയ്യാം. ഒന്നെങ്കിൽ സർഫസ് മൗണ്ടഡ് ആയി ചെയ്യാം, അതല്ലെങ്കിൽ വാളിനുള്ളിൽ കൺസീൽഡ് ആയിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഓഫീസുകൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വാൾ മൗണ്ടഡ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, സർഫസിലാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന PVC കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. PVC കോൺഡ്യൂട്ട് വയറിംഗിൽ നമ്മൾ കൺസീൽഡ് ആയിട്ടാണ് ചെയ്യുക, വാളിൽ കൺസീൽഡ് ആയിട്ടാണ് വയറിംഗ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു വയറിംഗ് ആണ് PVC കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ്. ഇത് നമ്മൾ ഒരു PVC കേസിങ്ങിൽ നമ്മൾ ആദ്യം സർഫസിൻ്റെ മേലെ നമ്മളൊരു PVC കേസിങ് നമ്മൾ ഫിക്സ് ചെയ്യും. അതിലൂടെ വയറിംഗ് ചെയ്തിട്ട് അതിനൊരു ക്യാപ്പ് ഇടും. അത് നമുക്ക് ഈസി ആയിട്ട് പിന്നീട് അങ്ങോട്ട് വയറിങ്ങിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ വയറിങ്ങിൻ്റെ സിസ്റ്റംസ് നമുക്ക് ഈസി ആയിട്ട് മെയിൻ്റനൻസ് ഒക്കെ എടുക്കണം എന്നൊക്കെയാണെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ PVC കേസിംഗ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് വയറിംഗ് ഒക്കെ യൂസ് ചെയ്യാം. പെർമനൻറ്റ് നേച്ചറാണ് ആർക്ക്? ഒരു കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് നേച്ചറാണ്. ബാക്കിയുള്ളതൊക്കെ ഒരു ടെമ്പററി നേച്ചർ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കേസിങ് നമുക്ക് ഈസി ആയിട്ട് ഡിസ്മാൻറ്റിൽ ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആദ്യം ക്ലീറ്റ് വയറിംഗ് നോക്കാം. ക്ലീറ്റ് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീറ്റ് വയറിംഗ് മാത്രം നമ്മൾ
കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയും. അതിനുശേഷം നമുക്ക് വേറെ വയറിംഗ് സിസ്റ്റത്തിലേക്ക് പോകാനുണ്ട്. ഇത് വയറിംഗ് പലതരത്തിലുള്ള വയറിംഗ് ടൈപ്സ് ആണ്. അപ്പോൾ വയറിംഗ് സിസ്റ്റം വേറെയാണ്, വയറിംഗ് ടൈപ്പുകൾ വേറെയാണ്. ഇത് ടൈപ്സ് ഓഫ് വയറിംഗ് ആണ്, എങ്ങനെയൊക്കെ നമുക്ക് വയറിംഗ് ചെയ്യാം എന്നുള്ളതിൻ്റെ. അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കുക ക്ലീറ്റ് വയറിംഗ്. ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പററി പർപ്പസുകൾക്ക് അല്ലെങ്കിൽ ടെമ്പററി ഇൻസ്റ്റലേഷൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വയറിംഗ് ആണ് ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കേബിളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പോർസലൈൻ ക്ലീറ്റ്സ് ആണ്. ക്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് പോലെയുള്ള ഒരു സാധനമാണ്. ഒരു പക്ഷേ നിങ്ങൾ ലാബുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അധികം ഒന്നും ഈ ക്ലീറ്റ് വയറിംഗ് യൂസ് ചെയ്യാറില്ല, എങ്കിലും നമുക്ക് ക്ലീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർസലൈൻ്റെ ഒരു മെറ്റാലിക് ക്ലിപ്പ് പോലെയാണ്. അതിനൊരു ബോട്ടം പോർഷന് ഇതിന് എന്താ പറയുക, ഒരു ക്ലിപ്പ് നമ്മൾ താഴെ ഒരു വുഡൻ പീസ് നമ്മൾ സർഫസിന് മേലെ വെക്കും. അതിൻ്റെ ബോട്ടം പോർഷൻ ആ ക്ലീറ്റ് അവിടെ വെക്കും. എന്നിട്ട് ആ ക്ലീറ്റിന് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക വയറിൻ്റെ മേലെ കൂടെ. ഇങ്ങനെയാണ് ക്ലീറ്റ് വയറിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വയറിംഗ് മെത്തേഡാണ് ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. കാരണം ഇനീഷ്യലി കോസ്റ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും ആവശ്യമൊന്നുമില്ല. അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ലേബറിൻ്റെ ഒരു ആവശ്യം നമുക്ക് ക്ലീറ്റ് വയറിങ്ങിനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ടുള്ള വയറിംഗ് ആണ്. പക്ഷേ കണ്ടീഷൻ അതൊരു ടെമ്പററി വയറിംഗ് സിസ്റ്റം ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വയറിങ്ങിനെ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും ഈസി ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാനൊക്കെ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വയറിംഗ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പുറത്ത് കാണും. ക്ലീറ്റിൻ്റെ വയർ നമ്മൾ പുറത്ത് കാണും. മറ്റുള്ള വയറിങ്ങുകളിലൊക്കെ പ്രത്യേക വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺഡ്യൂട്ട് വയറിംഗ് ആയിക്കോട്ടെ, KSKP വയറിംഗ് ആയിക്കോട്ടെ, അതൊക്കെ വയറുകളെല്ലാം ഉള്ളിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വയറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ഇൻസ്പെക്ഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീറ്റ് വയറിംഗ് ആവുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് സപ്പോസ് ആ വയറിംഗ് നമുക്ക് അവിടുന്ന് വേണ്ട, നമ്മൾ അവിടുന്ന് റീപ്ലേസ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അത്തരത്തിൽ നമുക്ക് ആ വയറിനെ ഡിസ്മാൻഡിൽ ചെയ്യാനും ആ കേബിളിനൊന്നും ഡാമേജ് ഇല്ലാത്ത രീതിയിൽ ഡിസ്മാൻഡിൽ ചെയ്യാനും നമുക്ക് ആ ക്ലീറ്റിനെ ആക്സസറീസിനെ ഒന്നും പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്തെടുക്കാനും ആരെ കൊണ്ട് പറ്റും? ഈ ക്ലീറ്റ് വയറിങ്ങിലെ സിസ്റ്റം കൊണ്ട് പറ്റും. അതാണ് ക്ലീറ്റ് വയറിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞത്. ഇനി നമ്മൾ വയറിംഗ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ടൈപ്സ് ഓഫ് വയറിംഗ് ആണ് ഇത്രയും പറഞ്ഞത്. ഇനി ടൈപ്സ് ഓഫ് വയറിംഗ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 3 തരത്തിലാണ് വയറിംഗ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ വയറിംഗ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെയിൻ സപ്ലൈയിൽ നിന്നും എങ്ങനെ സബ് സർക്യൂട്ടുകളിലേക്ക് സപ്ലൈയെ ടാപ്പ് ചെയ്തെടുക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്സ് ഓഫ് വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 3 തരത്തിലാണ് നമുക്ക് വയറിംഗ് സിസ്റ്റംസ് ഉള്ളത്. ഒന്ന് ട്രീ സിസ്റ്റം, അതേപോലെ തന്നെ റിംഗ് മെയിൻ സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം. ഈ 3 രീതിയിലാണ് നമ്മൾ സബ് സർക്യൂട്ടുകളിലേക്ക് അല്ലെങ്കിൽ പലതരം ബ്രാഞ്ചുകളിലേക്ക് എല്ലാ ബ്രാഞ്ചുകളിലേക്കും മെയിൻ സർക്യൂട്ടിൽ നിന്നും നമ്മൾ വയറിംഗ് സപ്ലൈ ടാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ട്രീ സിസ്റ്റം, റിംഗ് മെയിൻ സിസ്റ്റം, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റംസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ട്രീ സിസ്റ്റം നോക്കാം. ട്രീ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒരു മെയിൻ സപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻ സപ്ലൈ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയോ ഒരു സ്ട്രിപ്പ്, അതിനെയാണ് നമ്മൾ ബസ് ബാർ എന്ന് പറയും. കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയോ സ്ട്രിപ്പിലേക്ക് നമ്മൾ മെയിൻ സപ്ലൈയെ ഒരു കോമൺ ഇതിലേക്ക് ഒരു ബസ് ബാറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും. ആ ബസ് ബാറിൽ നിന്ന് ഓരോ ഫ്ലോറിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ സബ് മെയിൻ ബോർഡുകൾ കണക്ട് ചെയ്യുന്നു. ഓരോ ഫ്ലോറിലേക്കും നോർമലി ഇത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾക്കാണ് യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റുകൾക്കൊക്കെ നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫ്ലാറ്റിൽ വയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളിലൊക്കെ നമുക്ക് എക്കണോമിക്കലായിട്ട് വയറിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ട്രീ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബസ് ബാർ ഒരു ബസ് ബാർ നമ്മൾ ഫുള്ളായിട്ട് ഈ എല്ലാ ഫ്ലോറിലേക്കും കൂടെ വേണ്ടിയിട്ട് നമ്മളൊരു ബസ് ബാർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഇതിൽ നിന്ന് ഓരോ ഫ്ലോറിലേക്കും നമ്മൾ ഓരോ ഫേസിനും ഓരോ ബസ് ബാർ എന്നുള്ള രീതിയിലാണ് ഞാൻ വരച്ചത്. ഓരോ ഫ്ലോറിലേക്കും ഈ ബസ് ബാറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ട്രീ സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഒരു സെൻട്രൽ പോർഷനിൽ ഒരു മെയിൻ പാർക്ക് ഉണ്ടാവും. ഇതിന് കുറേ ബ്രാഞ്ചുകൾ ഉണ്ടാവും. ആ ബ്രാഞ്ചുകളാണ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രീ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രീ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലാറ്റ് പോലെയുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ട്രീ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രീ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൽ ഒരുപാട് വയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ
ട്രീ സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയറിങ്ങിൻ്റെ അല്ലെങ്കിൽ കേബിളിൻ്റെ ലെങ്ത് ഒക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നമ്മൾ അത്ര അഡോപ്റ്റ് ചെയ്യില്ല, പകരം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകും. എന്താണ് ഡിസഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളുടെ മെയിൻ സപ്ലൈ സിസ്റ്റത്തിൽ നിന്ന് ഡിസ്റ്റൻറ്റ് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജിലൊരു ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വോൾട്ടേജ് ഡിഫറൻസ് വരുന്നതോടുകൂടെ തന്നെ നമ്മൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഹോം അപ്ലയൻസസിൻ്റെ അല്ലെങ്കിൽ അപ്ലയൻസസിൻ്റെ വോൾട്ടേജ് കുറയുമ്പോൾ ആ സപ്ലൈയുടെ ക്വാളിറ്റി കുറയും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒരുപാട് സ്ഥലങ്ങളിലാണ് ഫ്യൂസസ് ഉണ്ടാവുക. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഒക്കെ പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഫ്യൂസ് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു ഫാൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതൊരു രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എക്കണോമിക്കൽ കൺസിഡറേഷനിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ബസ് ബാർ ഡിസൈൻ ചെയ്യാം. ഒന്നെങ്കിൽ കോപ്പർ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ അലൂമിനിയത്തോണ്ട് ചെയ്യാം. ഇപ്പോൾ നോർമലി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അലൂമിനിയത്തിൻ്റെ ബസ് ബാർ വെക്കും. സപ്പോസ് നമ്മൾ അവിടെ അലൂമിനിയത്തിൻ്റെ ഒരു ബസ് ബാർ ആണ് കൊണ്ടുവയ്ക്കുന്നത് വെച്ചെന്ന് വിചാരിക്കാം. നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ നമ്മൾ അലൂമിനിയം ബസ് ബാർ യൂസ് ചെയ്തിട്ടാണ് ട്രീ സിസ്റ്റം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഓരോ ടാപ്പിങ്ങുകളിലും അവിടെ ലൂസ് കണക്ഷനുള്ള സാധ്യതയുണ്ട്. അതിന് കണ്ടക്ടിവിറ്റി കുറച്ച് കുറയും, അപ്പോൾ അവിടെ ലൂസ് കണക്ഷനുള്ള സാധ്യതയുണ്ട്. ആ ലൂസ് കോണ്ടാക്ട് കാരണം പവർ സപ്ലൈ ഇൻട്രപ്ഷൻ സാധ്യതയുണ്ട്. അതാണ് ഈ ട്രീ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ്. പക്ഷേ നമ്മൾ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ട്രീ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് റിംഗ് മെയിൻ സിസ്റ്റം. റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിനകത്ത് ഒരു 2 പെയർ കേബിൾ, ഒരു 4 അല്ലെങ്കിൽ 6 mm സ്ക്വയറുള്ള 2 പെയർ കേബിളുകൾ ഈ ഒരു കംപ്ലീറ്റ് റൂമിൽ, നമ്മുടെ റൂമിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 2 സെറ്റ് വയർ കംപ്ലീറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് റിംഗ് മെയിൻ സിസ്റ്റം. ഇതിൽ നിന്നും നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ലോഡ് വേണ്ടത്, ലൈറ്റോ ഫാനോ എന്തെങ്കിലും ആയിക്കോട്ടെ ലോഡ് വേണ്ടത്, ആ ലോഡ് വേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടാപ്പിംഗ് എടുക്കും. ഇതിനൊരു ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ ലൈറ്റ് അപ്പ് ചെയ്യുന്നത് ഏകദേശം റിംഗ് മെയിൻ സിസ്റ്റത്തിലാണ്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ലാമ്പ് വേണോ, എവിടെയൊക്കെ നമുക്ക് സപ്ലൈ വേണോ, അവിടെയൊക്കെ ഈ മെയിൻ സപ്ലൈ ബോർഡിൽ നിന്ന് ഒരു 2 വയർ അങ്ങനെ പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ചെറിയ മൊട്ടുസൂചി വെച്ച് കഴിഞ്ഞിട്ട് ഈ വയറിനുള്ളിലേക്ക് പിഞ്ച് ചെയ്തിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് അവിടെയുള്ള ലൈറ്റുകളെല്ലാം വർക്ക് ചെയ്യുക. ഇതാണ് റിംഗ് മെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിംഗ് മെയിൻ സിസ്റ്റം നമുക്ക് ഇന്ത്യയിൽ അത്ര യൂസ് ചെയ്യാറില്ല, വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെയാണ്. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ ആ ടാപ്പിംഗ് എടുക്കുന്നത്, കല്യാണ വീട്ടിലൊക്കെ ടാപ്പിംഗ് എടുക്കുന്നത് ഒരു 10 പൈസയുടെ മുട്ടുസൂചി കുത്തിയിട്ടാണ് ടാപ്പിംഗ് എടുക്കുക. പക്ഷേ നമ്മളിവിടെ ടാപ്പിംഗ് എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി കൺസിഡറേഷൻ എടുക്കുമ്പോൾ ഇത്തരം ടാപ്പിംഗ് സിസ്റ്റങ്ങൾക്ക് അല്ലെങ്കിൽ ടാപ്പിംഗ് സോക്കറ്റുകൾക്ക്, ടാപ്പിംഗ് പ്ലഗിന് അതല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി സിസ്റ്റവുമായി ബന്ധപ്പെട്ടതിന് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ വയറിംഗ് സിസ്റ്റത്തിനകത്ത് റിംഗ് മെയിൻ സിസ്റ്റം നമ്മൾ അത്രക്ക് പ്രിഫർ ചെയ്യാറില്ല, വയറിംഗ് സിസ്റ്റം അധികം യൂസ് ചെയ്യാറില്ല. ക്ലിയർ? ഇനി മൂന്നാമത്തെ സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രീ സിസ്റ്റത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വോൾട്ടേജിനുള്ള വേരിയേഷനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. ആ വോൾട്ടേജ് വേരിയേഷൻ ഇല്ലാതെ അതിൻ്റെ അഡ്വാൻറ്റേജുകളൊക്കെ കിട്ടുന്ന ഒരു വയറിംഗ് സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന അപ്ലയൻസസുകൾക്ക് എല്ലാവർക്കും സെയിം വോൾട്ടേജ് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത് നമ്മുടെ മെയിൻ സ്വിച്ച് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കേബിൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ കേബിൾ വെച്ച് മെയിൻ സ്വിച്ചിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം എത്ര സർക്യൂട്ടുകൾ ഉണ്ടോ അല്ലെങ്കിൽ എത്ര സബ് സർക്യൂട്ടുകൾ നമുക്കുണ്ടോ, എത്ര പോയിന്റുകൾ നമുക്കുണ്ടോ, അതനുസരിച്ച് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ പലതരം ഫ്യൂസുകൾ, ഓരോ സർക്യൂട്ടിനും ഓരോ ഫ്യൂസുകൾ വെച്ചിട്ട് അതേപോലെ തന്നെ ന്യൂട്രൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ട് ന്യൂട്രൽ കേബിൾ സപ്ലൈറ്റ് എടുത്തിട്ട് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്തുനിന്ന് നമ്മൾ സബ് സർക്യൂട്ട് കൊണ്ടുപോകുക. അതിനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം എന്ന് പറയാം. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങുകൾക്കടക്കം ഇത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രഡിക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PSCയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾക്ക് ഏത് വയറിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. ആസ് പെർ തിയറിറ്റിക്കലി അതൊരു ട്രീ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യാമെങ്കിലും പ്രാക്ടിക്കൽ സൈഡിൽ അതിന് ഡിസഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ട് അതിനകത്ത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് 2 ആൻസറും പലപ്പോഴും കാണാറുണ്ട്. അതിൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റമാണ് ഒരിക്കൽ PSC കൊടുത്തിരുന്ന ആൻസർ.
പക്ഷേ ആസ് പെർ നിമി ടെക്സ്റ്റ് ബുക്ക് അത് ട്രീ സിസ്റ്റമാണ്. ബട്ട് ട്രീ സിസ്റ്റത്തിനുള്ള ഡിസഡ്വാൻറ്റേജ് കാരണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മൾ പലതരം വയറിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി വയറിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് ടേമുകൾ, ഒരു 2-3 ടേമുകളും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ലേഔട്ട് ഡയഗ്രാം. ലേഔട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വയറിങ്ങിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ്, വേർഷനെയാണ് നമ്മൾ ലേഔട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് ഒരു സർക്യൂട്ട് നോക്കേണ്ട ഒരാൾക്ക് വളരെ ക്വിക്കായിട്ട് അല്ലെങ്കിൽ ആ സർക്യൂട്ടിൻ്റെ ഡിസൈൻ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ ലേഔട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലേഔട്ട് ഡയഗ്രാം നമ്മൾ ഈ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ, നിങ്ങൾ വയറിംഗ് വർക്ക്ഷോപ്പിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ഒരു ലേഔട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ടാവും. ഇവിടെ 20 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ, ഇതാണ് ഒരു ലേഔട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആർക്കിടെക്ചർക്ക് അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനീയർക്ക് എന്ത് മനസ്സിലാവും, എങ്ങനെയാണ് അതിൻ്റെ വയറിംഗ് സിസ്റ്റം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സിംപ്ലിഫൈഡ് ഫോം ഓഫ് എ വയറിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേഔട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് ഇൻസ്റ്റലേഷൻ പ്ലാൻ. ഇൻസ്റ്റലേഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു റൂമിനകത്ത് എവിടെയൊക്കെ എന്തൊക്കെ അപ്ലയൻസസ് ഉണ്ട്, ആ അപ്ലയൻസസിൻ്റെ ഫിസിക്കൽ പൊസിഷൻ എക്സാക്റ്റ് ആയിട്ട് കാണിച്ചു തരുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റലേഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ എന്തൊക്കെ അപ്ലയൻസസ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളുടെ പ്ലാനിൽ കാണിക്കുന്നതിനെയാണ് ഇൻസ്റ്റലേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് പ്ലാനിനകത്ത് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആ ഇൻസ്റ്റലേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് സിമ്പിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തും കഴിഞ്ഞിട്ട് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ പ്ലാനിനകത്ത് വരയ്ക്കുന്നത്. ഇനി അടുത്തതാണ് സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ആ ഫങ്ഷൻ ആക്സസറീസ് സർക്യൂട്ടിനകത്ത് വർക്ക് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ഷൻസും വയറും കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഇനി ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു ഡയഗ്രാം കൂടി പറയാനുണ്ട്, വയറിംഗ് ഡയഗ്രാം. വയറിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ പൊസിഷൻ വെച്ചിട്ട് നമ്മളുടെ കമ്പോണൻസും കാര്യങ്ങളെല്ലാം സർക്യൂട്ടും വരുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ വയറിംഗ് ഡയഗ്രാം എന്ന് പറയുക. അതായത് നമ്മൾ ലേഔട്ടിനകത്ത് നമ്മൾ ഇങ്ങനെ ലേഔട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ഈ ലേഔട്ടിനകത്ത് ഇവിടെ നമ്മൾ ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഉണ്ടാവുക. അതിന് പകരം നമ്മളിവിടെ ലാമ്പ്, അതേപോലെ തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ മെയിൻ സപ്ലൈ, ഇവിടെ സ്വിച്ച്, ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ വയറിംഗ് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ സ്വിച്ചാണ്, സ്വിച്ച്, ഇതിനെയാണ് നമ്മൾ വയറിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ 2 ഡയഗ്രാം നമ്മൾ ലാബിൽ എപ്പോഴും വരച്ചിട്ടുണ്ടാവും. ഇനി ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ റൂമുണ്ട്, ഈ റൂമിനകത്ത് ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ഇവിടെ ഒരു ഫാൻ ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇങ്ങനെ ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട്, ഇങ്ങനെ സിമ്പിൾസ് വെച്ച് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലേഔട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പലതരത്തിലുള്ള വയറിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊരു സെറ്റാണ്, ഈ ഒരു ഫസ്റ്റ് സെറ്റ്, ഈ റൂമിലുള്ള ഫസ്റ്റ് സെറ്റിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. അടുത്ത സെറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.